അതായത് ക്ലാഷ് ഓഫ് ദി ടൈറ്റൻസ്, അങ്ങനെ ഏത് രീതിയിൽ വേണമെങ്കിലും പറയാം. പറയുമ്പോൾ പ്രഭാസ് ഫാൻസ് അല്ല, വിജയ് ഹേറ്റേഴ്സ് വന്ന് പ്രഭാസിൻ്റെ മൂഡ് താങ്ങും. അതായത് ഒരു വിജയ് പടം വരാൻ നേരത്ത് അവിടെ കുറേ മലയാള സിനിമ സ്നേഹികൾ ആ സമയത്ത് ഉദിച്ച് വരും. ഇവർക്ക് വേറെ തമിഴ് സിനിമ, തെലുങ്ക് സിനിമ, ഹിന്ദി സിനിമ ഒന്നും ഇവിടെ റിലീസാകുമ്പോൾ കുഴപ്പമില്ല. വിജയ് സിനിമ ഇറങ്ങുമ്പോഴത്തേക്കും കേരളത്തിൽ മലയാള സിനിമയ്ക്ക് തിയേറ്റർ കിട്ടുന്നില്ല, മലയാള സിനിമയെ നശിപ്പിക്കാൻ നോക്കുന്നു. ഇങ്ങനെ കുറേ ഡയലോഗ്സ് വഴി ഇവിടെ കുറേ പ്രകൃതി പച്ചയൊളികൾ വരും, അത് ആ സമയത്ത് വരും. അതുപോലെ തന്നെ കുറേ പേര് പ്രഭാസ് ഫാൻസായിട്ട് കൺവെർട്ട് ആകുന്ന ദിവസം കൂടിയാണ് ജനുവരി 9. അത് ഇപ്പോഴേ എഴുതി വെച്ചു, അതിൽ ഒരു സംശയമില്ല, അത് നടന്നിരിക്കും. അത് വിജയ് പടം ഇറങ്ങുമ്പോൾ നടക്കുന്നൊരു സംഭവമാണ്. ഇത് നമ്മൾ വിജയനെ പൊക്കിപ്പറയാൻ ചെയ്യുന്ന വീഡിയോ അല്ല, പക്ഷേ നമ്മൾ പറയാൻ പോകുന്ന കുറച്ച് ഡാറ്റാസ് വെച്ച് നിങ്ങളൊന്ന് നോക്കുക. ഈ പടം, അതായത് ജനനായകൻ എന്ന് പറയുന്ന പടം, ഒരു പ്രോപ്പർ പാൻ ഇന്ത്യൻ പടമൊന്നുമല്ല. 300 കോടി ബഡ്ജറ്റിലാണ് വരുന്നത്. ഇപ്പുറത്ത് ഇറങ്ങാൻ പോകുന്ന രാജാസാബ് എന്ന് പറയുന്ന പടം 400 to 450 കോടി ബഡ്ജറ്റ് വരുന്ന പ്രോപ്പർ പാൻ ഇന്ത്യൻ പടമാണ്. ആ രാജാസാബിന് എല്ലായിടത്തും പ്രോപ്പർ റിലീസ് ഉണ്ടാവും, എല്ലായിടത്തും നല്ല കിഡിലൻ ഡബ്ഡ് വെർഷൻസ് ആയിരിക്കും ഇറങ്ങാൻ പോകുന്നത്, എല്ലായിടത്തും പ്രൊമോഷനും ഉണ്ടാവും. പ്രഭാസ് തന്നെ ചിലപ്പോൾ പോയി പ്രൊമോഷൻ ചെയ്യേണ്ടി വരും ബോളിവുഡിലൊക്കെ. ആ രീതിയിലായിരിക്കും സംഭവം അരങ്ങേറാൻ പോകുന്നത്. പക്ഷേ ജനനായകൻ എന്ന് പറയുന്നത് ഒരു ടിപ്പിക്കൽ വിജയ് പടം. ടിപ്പിക്കൽ വിജയ് പടം എന്ന് പറഞ്ഞാൽ അതേ പാണ്ടിപ്പടം, അതിൻ്റെ അപ്പുറത്തേക്കൊന്നും പറയാനില്ല. ആ പടത്തിന് മാസ് മസാല ടിപ്പിക്കൽ പടം, ഒരു പൊളിറ്റിക്കൽ പടം, അണ്ണൻ്റെ ലാസ്റ്റ് പടം, ആ ഒരു പ്രത്യേകതയുണ്ട്.